നമ്മൾ ക്രീക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ക്രീക്കിൽ നിന്ന് അൽനാദയിലോട്ട് പോകണം കേട്ടോ. അപ്പൊ ഇച്ചാന് ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ 20 മിനിറ്റേ ഉള്ളൂ. ട്രാഫിക് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. 1.5 മണിക്കൂർ എടുക്കുമോ ട്രാഫിക് ഉണ്ടെങ്കിൽ? 1 മണിക്കൂർ. അപ്പൊ ദേ കാണുന്നതാണ് ഇച്ചായൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം. കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇച്ചായൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാരേജ് ഹോട്ടലാണ്. അപ്പം ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് നമുക്കിനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയേണ്ടത്. സോ നമുക്ക് ഇവിടുന്ന് ഇനി അൽനാദയിലോട്ട് പോകാം. വീണ്ടും യാത്ര. ചായ ഈ സ്ഥലമൊക്കെ വരുമ്പോ അതെ നമ്മൾ ഈ ഫ്ലാറ്റാ വാങ്ങാൻ പോകുന്നേ. അപ്പം വാങ്ങി തരട്ടോ. വലിയ ഫ്ലാറ്റ് ഇതാണ് വാങ്ങാൻ പോണേ. സ്ലൈഡാ? ഓക്കെ. യാത്രയായിരുന്നു നമ്മൾ അൽഖാനിലെത്തി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയും താമസിക്കാനൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വഴിയിൽ ടൂലെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അടുത്താണ് ഓഫീസിൽ നിന്ന്. നമുക്ക് അൽനാദയിലോട്ട് പോയി നോക്കാം. ഇവിടെയും കുഴപ്പമില്ല അല്ലേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അല്ലേ? നമ്മൾ സ്ഥലം വാങ്ങാൻ വന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ സ്ഥലം വാങ്ങാൻ വന്ന ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്. സ്ഥലം വാങ്ങാൻ ബോട്ട് അൽഖാൻ അല്ലേ? അൽഖാൻ എന്നല്ലേ പറയുന്നേ? അൽഖാൻ. നമ്മൾ അലക്കാൻ പോവാന്ന പോലെ അലക്കാൻ. ബോട്ട് കണ്ടാ വച്ചി? കണ്ടാ? നല്ല സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എങ്ങാനും നല്ല റേറ്റില് ഇത് കിട്ടിയെങ്കിൽ അടിപൊളിയായിരുന്നു. മോനും ഇഷ്ടപ്പെട്ടാ? ഇവിടെ എങ്ങാനും ഒരു നല്ല അടിപൊളി റെന്റിന് വീട് കിട്ടിയ സെറ്റപ്പായി. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നോക്കി. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അൽമജാസ്. അപ്പോൾ അൽമജാസിൽ നമ്മളിങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കി നടക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി വിശന്ന് തുടങ്ങി. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നീ ഫുഡ് കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്ക് വിശക്കാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ. പോരെ? കുറച്ചുകൂടി കഴിയുമ്പോൾ കഴിക്കാവോ? കുറച്ചുകൂടി കഴിയുമ്പോൾ കഴിക്കാവോ? വാവച്ചി ഫുഡ് കഴിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ വിശന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന പ്രിങ്കിൾസ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടോ. വാവച്ചിയുടെ പ്രിങ്കിൾസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാവച്ചിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടോ. വാവച്ചി പറഞ്ഞു വാവച്ചിക്ക് ചോറ് മതിയെന്ന്. പക്ഷേ അവിടെ ചോറ് കിട്ടിയില്ല. ചോറ് തീർന്നു. 3 മണിയൊക്കെ ആയില്ലേ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തു. കുറേ നാളെ സൂപ്പ് കഴിക്കണമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ സൂപ്പ് കഴിച്ച് ബിരിയാണി കഴിച്ചു. വാവച്ചിക്കും ബിരിയാണി എല്ലാം കൊടുത്തു നമ്മൾ. അങ്ങനെ നമ്മളിത് ലഞ്ചെല്ലാം കഴിച്ചു. ലഞ്ച് കഴിച്ചത് ഒരു 3:30 ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. അങ്ങനെ നമ്മൾ അൽനാദയിൽ വന്ന് ലഞ്ച് കഴിച്ചു. കുറേ എന്താ പറയുക സ്ഥലങ്ങൾ കണ്ടു. അങ്ങനെ കുറേ ഈ റെൻറ്റിന് കൊടുക്കുന്ന കുറേ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അതിൽ ഫോൺ നമ്പറൊക്കെ എടുത്തു. ഇനി ഇതിനൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഏതാണ് ഇനി റെൻറ്റിന് എടുക്കണം എന്നൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വേണം അതെടുക്കാൻ. അപ്പോൾ ഇനി നമ്മളപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. പാർക്കിലാണ് പോകുന്നത്. ഈ 4 മണിക്ക് അപ്പോൾ ഈ 4 മണിക്ക് പാർക്കിൽ പോയാൽ ചൂടെടുത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ നമ്മൾ രാത്രിയല്ലേ പോകുന്നത്. ഈവനിങ് വീട്ടിൽ പോയിട്ട് നൈറ്റ്
ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകും. ഓക്കെ, വീട്ടിലെത്തിയിട്ടല്ലേ തന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റുള്ളൂ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നലെ ദുബായ് ടു അൽനാദ വരെ പോയായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ പോയി ചുറ്റിക്കറങ്ങി എല്ലാ സ്ഥലങ്ങളും കണ്ട് കുറച്ച് എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ്സിന് നമ്പറൊക്കെ എടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കണം. അപ്പോൾ നമ്മളോർത്തു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മളോർത്തു നമുക്കൊന്ന് അജ്മാൻ വരെ പോയാലോ എന്ന്. അപ്പം അജ്മാനിൽ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കാമെന്ന് ഓർത്തിട്ട് നമ്മളിത് ഡിസൈഡ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ദുബായ് ടു അജ്മാൻ വരെ പോവാണ്. എന്താ വെച്ചാൽ അവിടെ പോയി നമ്മൾ നോക്കാൻ പോവാണ് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ലോങ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വാവച്ചിക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളോർത്ത് നമുക്ക് അങ്ങനെ ലോങ് ഡ്രൈവ് ആണല്ലോ, പിന്നെ എന്തായാലും അജ്മാൻ വരെ പോകാമെന്ന് ഓർത്തു. കാരണം വിച്ചാൻ്റെ നോക്കും കൂടിയാണ്. എന്താടാ? ഓ, ഈ വഴിയിൽ പോകുമ്പോൾ നമ്മളൊരു $2 കണ്ടിട്ടോ. അതെവിടെയാണ്? സിറ്റി സെൻ്ററാന്ന് തോന്നുന്നു. സിറ്റി സെൻ്ററിൻ്റെ. അപ്പോൾ വാവച്ചിക്ക് അത് കണ്ടിട്ട് വാവച്ചിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അല്ലേ വാവച്ചി? പക്ഷെ അത് വലിയ ഡോളാണല്ലോ, നമുക്ക് ചെറിയ ഡോൾ വാങ്ങിത്തരാം. വാങ്ങിത്തരാം. ചൈനയുടെ വർക്ക് പ്ലേസിൽ പോയിട്ട് അവിടുന്ന് നേരെ നമ്മൾ അജ്മാനിൽ പോകും. അപ്പോഴാണ് നമുക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ, അല്ലേ വാവച്ചി? ഇവിടെ എമിറേറ്റ്സിന്റെ ഏവിയേഷൻ കോളേജസ് ഒക്കെ ഉണ്ട്. വാവച്ചി ഇവിടെ പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. കോളേജൊക്കെ ഇവിടെയാണ് പഠിക്കണത്, ദുബായില്. നമുക്ക് ആദ്യം നഴ്സറി പഠിച്ചു തീർക്കാം അല്ലേ. ഈ വീടൊക്കെ മാറണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്താ വെച്ചാൽ നല്ല ഒരു വീട് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് കിട്ടിയെങ്കിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ആ വീടിൻ്റെ മീൻസ് കിച്ചൺ അതൊക്കെ ഒന്ന് നന്നായിരുന്നെങ്കിലും അതും നല്ലതായിരിക്കും. അതുമാത്രമല്ല, ഈ വീട് മാറുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം, പിന്നെ കൊണ്ട് അവിടെ പോയിട്ട് അൺപാക്ക് ചെയ്യണം. അത് തന്നെ ഭയങ്കര സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുമ്പോൾ പാക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് അൺപാക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് സാധനങ്ങളൊക്കെ വെച്ച് അത് നല്ല രീതിയിൽ വരുമ്പോൾ ഉണ്ടോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സംഭവം കുക്കിംഗ് ആണ്. എനിക്ക് കുക്കിങ്ങേ ഇഷ്ടമല്ല. അത് ആരാ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? അപ്പോൾ നീ വലുതാകുമ്പോൾ എനിക്ക് നീ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ ക്ലീനൊക്കെ ആക്കി തന്നോളാം. എനിക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ നിനക്ക് ക്ലീൻ ആക്കാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ രണ്ടും ചെയ്തേരെ. ഞാൻ വെറുതെ ഇരിക്കാം. എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടാവില്ല അല്ലേ. അതായത് ഓഫീസ് ടൈമിംഗ് ഒക്കെ സമയത്ത് വരുവാണെങ്കിൽ നല്ല സമയം എടുത്തേനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം പോകാൻ ഓർത്തത്. അപ്പോൾ വേഗം എത്തി. ഇനി നമ്മൾ നേരെ ഇനി ഷാർജ ടു അജ്മാൻ ആണ്. അപ്പം ഷാർജ ശരിക്കും അജ്മാൻ എത്ര ദൂരമുണ്ട്? 30 മിനിറ്റ്. പക്ഷേ വർക്കിംഗ് ടൈമിംഗ് ആണെങ്കിലോ കുറേ നേരം എടുക്കും അല്ലേ. അങ്ങനെ നമ്മളിത് ഷാർജ ടു അജ്മാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഭയങ്കര ദൂരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ മിക്കവാറും അജ്മാൻ ചൂസ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, സിറ്റി വിട്ടിട്ട് നമ്മൾ വില്ലേജിൽ പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തല്ലേ ചാ. അതായത് പെരുമ്പാവൂർ ടു മൂന്നാർ പോണ ഒരു പ്രതീതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ, ഈ ട്രീസ് ഒക്കെ കണ്ടോ. ട്രീസ് ഒക്കെ കുറേ കണ്ടാക്കണം ഇവിടെ വന്നിട്ട് കേട്ടോ, ദുബായിൽ വന്നിട്ട്. ഇത് ഷാർജയിൽ വന്നപ്പോഴാണ് ഈ ചെടികൾ കുറേ കണ്ടിട്ടുണ്ട്. സോ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ദൂരമായതുകൊണ്ട് നമ്മൾ മിക്കവാറും എടുക്കാൻ ചാൻസ് ഇല്ല. റെസ്റ്റോ ഉണ്ട്, സ്കൂളുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്,
ഉള്ള ഇവിടെ എല്ലാം ഉണ്ട്. ഒരു പീസ്ഫുൾ ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല സൈലന്റ് ഏരിയ, കാം ആൻഡ് ക്വയറ്റ് ഏരിയ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അജ്മാനാണ് കേട്ടോ. കാരണം അവിടെ ഭയങ്കര ക്വയറ്റാട്ടോ, ഭയങ്കര പീസ് ആൻഡ് കാം ആണെന്ന് തോന്നുന്നു എനിക്ക്. ഭയങ്കര അടുത്തടുത്ത് വീടുകളില്ല, വണ്ടികൾ കുറവാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ സമയം നമ്മൾ 3 മണിയൊക്കെ ആയപ്പം വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ട്രാഫിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം വരാൻ പറ്റി. പക്ഷേ രാവിലെയും വൈകുന്നേരമൊക്കെ ഓഫീസ് ടൈമിങ് ഉള്ള സമയത്ത് വരുവാണെങ്കിൽ ലേറ്റ് ആവും. പക്ഷെ അതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക എവിടെ എടുക്കണം എന്നൊക്കെ. ഇപ്പം നമ്മൾ ഇന്നലെ പോയപ്പോൾ നമ്മൾ കുറേ ഫോൺ നമ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ കുറേ ഫോൺ നമ്പറൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ ആദ്യം പോയിട്ട് വിളിച്ച് നോക്കണം. അപ്പോൾ എവിടെയാണ് റെൻറ്റ് കുറവ്, നമുക്ക് എവിടെയാണ് ബഡ്ജറ്റ് നമുക്ക് പറ്റുക, ഇങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് വേണം നമുക്കിനി ചൂസ് ചെയ്യാൻ എവിടെ വേണം സ്റ്റേ ചെയ്യാൻ. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ കൺഫ്യൂഷനാണ് എവിടെയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് നമുക്കിത് 3 മണിയായി, ഫുഡ് കഴിക്കണം. വാവച്ചി കിടന്നുറങ്ങുവാണ്. ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം അല്ലേ? അതല്ലേ പ്ലാൻ? അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ ഏത് റൂം എടുക്കും, ഏത് സ്ഥലം താമസിക്കും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ നമ്മളിത് അജ്മാൻ സിറ്റിയിലെത്തിയിട്ടോ. നമ്മൾ അജ്മാൻ സിറ്റി കണ്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. കാരണം ഞാൻ ഓർത്തു അജ്മാൻ ഫുൾ അങ്ങനത്തെ ഏരിയ ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടു അജ്മാനിൽ. നമ്മൾ എവിടെ എത്തിയപ്പോ ണ്ടാ? എന്ത് ഫുഡ് കഴിക്കാൻ പോണേ? അറിയില്ലേ? ചോറ്. അങ്ങനെ നമ്മളിത് ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ അജ്മാനിന്ന് നമ്മൾ ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവച്ചി ഭയങ്കര ഹാപ്പിയാണ്. വാവച്ചിക്ക് മിഠായി കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ദുബായ് ടു അൽനദ, പിന്നെ ദുബായ് ടു വീണ്ടും അജ്മാൻ ഒരു യാത്രയായിരുന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ ലോങ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോൾ കുറച്ച് ടയർഡൊക്കെ ആയി. അപ്പോൾ ഇനി ടയർഡായി പോയോ? അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.